നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30-ാം തീയതി മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16-ാം തീയതി മുതൽ മീനമാസം 22-ാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2-ൽ വ്യാഴം, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ ചൊവ്വ ബുധൻ രാഹു, 11-ാം ഭാവത്തിൽ സൂര്യൻ ശനി, 12-ാം ഭാവത്തിൽ ശുക്രൻ. ഇവിടെ 12-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ മേടൻ രാശിക്കാർ ശ്രദ്ധിക്കണം. ഇവിടെ 12-ാം ഭാവത്തിലാണ് രാശിദേവനായ ശുക്രൻ നിൽക്കുന്നത്. പലപ്പോഴും സ്നേഹത്തിലൂടെ ദുഃഖങ്ങൾ വരും, അപഖ്യാതികൾ കേൾക്കേണ്ടി വരും. സ്ത്രീ സംബന്ധമായ പരാതികളിലൊക്കെ അറിയാതെ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം. ഒന്നിന് പകരം 10 ചെലവാക്കുന്ന അവസ്ഥ ഉണ്ടാകും. അനാവശ്യമായി ധനനഷ്ടം വരുന്ന വാരമാണിത്. വളരെ ശ്രദ്ധിക്കുക. കർമ്മമേഖലയിൽ വളരെ അനുകൂലമാണ്. 11-ൽ ആദിത്യം നിൽക്കുന്നു. ഇവിടെ ഭൂമി വിഷയമായാലും വീട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളായാലും അതുമായി മുന്നോട്ട് പോകാൻ വളരെ നല്ലതാണ്. ഇവിടെ മീനമാസം നാം ആരും കുറ്റിയടിക്കാറില്ല. സ്ഥാപത്യ കർമ്മങ്ങൾ കോൺമാസങ്ങളിൽ ചെയ്യാറില്ല. ഏതൊക്കെയാണ് കോൺമാസം? മീനം, മിഥുനം, കന്നി, ധനു. ഈ 4 മാസങ്ങളിൽ വാസ്തുപുരുഷൻ ശയിക്കുന്ന, കിടന്നുറങ്ങുന്ന സമയമാണെന്നാണ് വിശ്വാസം. അതിനാൽ ഈ കോൺമാസങ്ങളിൽ നാം കുറ്റി അടിക്കാറില്ല. ഏതായാലും ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ഭൂമി ലാഭം, കർമ്മമേഖലയിൽ തൻ്റെ അധികാരികൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയമാണ്. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം. തനിക്ക് പേരുദോഷം വരാതെ നോക്കണം. 12-ലാണ് ശുക്രൻ നിൽക്കുന്നത്. സ്നേഹത്തിലൂടെ താൻ പ്രകടിപ്പിക്കുന്ന സ്നേഹവിശ്വാസങ്ങൾ തനിക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകാം. അതിലൂടെ മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രശ്നങ്ങൾ തീരാൻ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച നാളികേരം കൊണ്ട് മുട്ടറക്കൽ ചെയ്യുക. ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങൾ ഒഴിവാക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ഐക്യമത്യ അർച്ചന ചെയ്യുന്നതും വളരെ ഗുണമാണ് ഇടവൻ രാശിക്കാർക്ക്. നന്ദി, നമസ്തേ.